പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന AEWൻ്റെ ഡൈനാമിക് വീക്ക്ലി എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. ബീച്ച് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു ഡൈനാമിക് എപ്പിസോഡായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. സാധാരണയുള്ള ഡൈനാമിക് വീക്ക്ലി എപ്പിസോഡ്സിൽ നിന്ന് വലിയ വ്യത്യാസം ഈ ഒരു ബീച്ച് ബ്രേക്കിനുണ്ടായിരുന്നു. ഒരു പേപ്പർ റിവ്യൂവിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ വർക്കായിരുന്നു ഈ ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഒരു എറീനയ്ക്കുള്ളിൽ നടത്തുന്ന ഒരു ഷോ ആണെങ്കിൽ ഇത് കുറച്ചും കൂടി വ്യത്യസ്തമാർന്ന രീതിയിൽ അവർ വ്യത്യസ്തമാർന്ന ചെറിയൊരു എറീനയിൽ ഈ ബീച്ച് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഈ ബീച്ചുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുത്ത് ഒരു ബീച്ചിൻ്റെ പ്രതീതിയൊക്കെ സൃഷ്ടിച്ച് ഒരു രസകരമായ രീതിയിലായിരുന്നു അവർ ആ ഒരു ഷോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഷോ കാണുക എന്ന് പറയുന്നത്. പണ്ട് WCWൻ്റെ കാലത്തൊക്കെ ഈ WCW ഔട്ട്ഡോർ ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. WWE അങ്ങനെ ഔട്ട്ഡോർ ഷോസ് ചെയ്യാറില്ല, കൂടുതലും എറീനയ്ക്കുള്ളിൽ തന്നെയാണ് ഷോസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരം ഔട്ട്ഡോർ ഷോസ് നമ്മൾ സാധാരണ വർഷങ്ങളോളം കണ്ടുവരുന്ന നമ്മളെ റെസ്ലിംഗ് ഷോകളിൽ നിന്ന് ഒരു വ്യത്യസ്തത വരുമ്പോൾ നമുക്ക് വലിയൊരു അത് കാണുമ്പോൾ മനോഹരമായി തോന്നാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതീതി ഇന്നത്തെ ഡൈനാമിക് എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. AEW ഇടയ്ക്കൊക്കെ ഇന്നത്തെ ഷോസ് ചെയ്യാറുണ്ട്. ബീച്ച് ബ്രേക്കിനെ സംബന്ധിച്ച് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഷോയിലെ മേജർ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ബീച്ച് ബ്രേക്ക് എന്ന് പറയുന്ന ഡൈനാമിക് എപ്പിസോഡിൻ്റെ സ്പെഷ്യൽ എഡിഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ബിഗ് ഷോ എന്ന ഇതിഹാസ താരം AEWയിൽ പോൾ വെയ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കലായി അദ്ദേഹം റിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ബീച്ച് ബ്രേക്ക് എന്ന് പറയുന്ന ഷോയിലേക്ക് വരികയാണെങ്കിൽ ലെജൻഡ് താരമായ ക്രിസ് ജെറിക്കോയെ ടൊമാസോ ചിയാംപ പരാജയപ്പെടുത്തുന്ന ഒരു മത്സരത്തോട് കൂടിയിട്ടാണ് ഈ ബീച്ച് ബ്രേക്ക് എന്ന് പറയുന്ന ഷോ ആരംഭിക്കുന്നത്. അങ്ങനെ ജസ്റ്റ് പിൻഫോളിലൂടെ വിജയം കരസ്ഥമാക്കി എന്ന് മാത്രമല്ല, മത്സരശേഷം ഈ ക്രിസ് ജെറിക്കോയുടെ തലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു ചെയർ ഷോട്ടും ടൊമാസോ ചിയാംപയുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ ഇവരുടെ ഫ്യൂഡ് ഇനിയും മുന്നോട്ടേക്ക് പോകും. പിന്നീട് എടുത്തു പറയാനുള്ളത് പുതിയ AEW ഇൻ്റർനാഷണൽ ചാമ്പ്യനായിട്ട് ഡോൺ കാലിസ് ഫാമിലി അംഗമായ കൈൽ ഫ്ലെച്ചർ വിജയിച്ചു എന്നുള്ളതാണ്. കനഷ്കി ടക്കഷ്ട എന്ന് പറയുന്ന റെസ്ലറിനെ നല്ല ഒരു മത്സരത്തോടു കൂടി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫ്ലെച്ചർ പുതിയ AEW ഇൻ്റർനാഷണൽ ചാമ്പ്യൻ ആകുന്നത്. അതിനുശേഷം സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഈ പുതിയ ചാമ്പ്യനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി WWEയിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ കൂടിയായ ഹോൾ ഓഫ് ഫെയിമറായ മിക് ഫോളി വരുന്നുണ്ടായിരുന്നു. മിക് ഫോളിയുടെ ആ ഒരു ഇൻ്റർവ്യൂ സെഗ്മെൻറ്റ് പിന്നീട് ഡോൺ കാലിസുമായിട്ടുള്ള ചെറിയ വാക്ക് തർക്കത്തിലേക്കും പിന്നീട് കൂടുതൽ താരങ്ങൾ വന്നിട്ട് ആൻഡ്രാഡെ പോലെയുള്ള താരങ്ങളൊക്കെ വന്നിട്ട് ഈ ഡോൺ കാലിസ് ഫാമിലിയെ ചലഞ്ച് ചെയ്യുന്നതിലേക്കുമൊക്കെ പോകുന്നു. പിന്നീട് അവിടെ ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റ് ഡെർബി ആലനും ആൻഡ്രാഡയും ചേർന്ന് ഡോൺ കാലിസ് ഫാമിലി അംഗങ്ങളായ ഡോയില് അതുപോലെ തന്നെ ബ്രയാൻ കേജ് അവർക്കെതിരെയുള്ള ഒരു ഫൈറ്റൊക്കെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള മൊമെൻറ്റ്സിലൂടെയാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല മറ്റൊരു മത്സരം എന്ന് പറയുന്നത് ജോൺ മോക്സ്ലിയും വിൽ ഓസ്പ്രേയും ഒരിക്കൽ കൂടി ടീം ആകുന്നുണ്ട്. ഇവർ ടീം ആയിട്ട് ഒരു ജോബേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന റിംഗ് ഓഫ് ഹോണറിലെ റെസ്ലേഴ്സിനെതിരെയാണ് മത്സരിക്കുന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ജോൺ മോക്സ്ലി, വിൽ ഓസ്പ്രേ തുടങ്ങിയവരുടെ ടീം വിജയം കരസ്ഥമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഒരു വുമൻസ് കാസിനോ ഗോട്ട്ലെറ്റ് മത്സരം നടക്കുകയുണ്ടായി. റിട്ടേൺ ചെയ്ത് വന്ന മുൻ TBS ചാമ്പ്യനായ വില്ലോ നൈറ്റിംഗേൽ എന്ന് പറയുന്ന റെസ്ലറാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിജയം ഇനി വരാൻ പോകുന്ന അടുത്ത AEWൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്നത് ഒരു പേപ്പർ വ്യൂ എന്ന് പറയുന്നത് റിഡംഷൻ എന്ന് പറയുന്ന ഷോയാണ്. കാനഡയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ റിഡംഷൻ ഷോയിൽ വുമൻസ് ചാമ്പ്യനായ ടാക്ല എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മത്സരവും മേടിച്ച് വാങ്ങുന്നുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു കാസിനോ ഗോട്ട്ലെറ്റ് മത്സരവും കാണാൻ സാധിച്ചു. ഇനി മെയിൻ ഈവൻറ്റിലേക്ക് വരികയാണെങ്കിൽ സംഭവബഹുലമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു. കെന്നി ഒമേഗ അദ്ദേഹത്തിൻ്റെ കരിയറിലെ രണ്ടാമത്തെ തവണ AEW വേൾഡ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നു. കെന്നി ഒമേഗ വിജയിക്കുന്നതിലൂടെ മേജർ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് AEWൻ്റെ നെക്സ്റ്റ് വലിയൊരു പേപ്പർ വ്യൂ എന്ന് പറയുന്നത് ലണ്ടനിൽ വെച്ച് നടക്കാൻ പോകുന്ന ഓൾ ഇൻ എന്ന് പറയുന്ന ഷോയാണ്. ഈ ഓൾ ഇൻ ഷോയിൽ ഓൾറെഡി ഈ ഓവൻ ഹാർട്ട് കപ്പ് വിജയിച്ച ഒരു കാരണം കൊണ്ട് വില്ലി ഓസ്പ്രേക്ക് ഒരു ടൈറ്റിൽ ഷോട്ടുണ്ട്. അതിലെ ചാമ്പ്യൻ ഇപ്പോൾ മാറിയത് കൊണ്ട് തന്നെ കെന്നി ഒമേഗയും വിൽ ഓസ്പ്രേയും തമ്മിലുള്ള ഒരു ഡ്രീം മാച്ച് ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഇവർ ഇതിനു മുൻപും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഏറ്റുമുട്ടിയ സമയങ്ങളിലൊക്കെ 5 സ്റ്റാറും കടന്ന് 6 സ്റ്റാർ തരത്തിലുള്ള മത്സരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 7 സ്റ്റാറും 8 സ്റ്റാറും ഒക്കെ കിട്ടാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബിൽഡപ്പ് മത്സരത്തിന് കൊടുത്ത് അത്ര ഗംഭീരമായിട്ടുള്ളൊരു മത്സരമായിരിക്കും നമുക്ക് ഓൾ ഇൻ എന്ന് പറയുന്ന ഷോയിൽ കാണാൻ സാധിക്കുക. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള നമ്മൾ സാധാരണ കാണുന്ന ഡൈനാമിക് എപ്പിസോഡ്
എപ്പിസോഡിൽ നിന്ന് ആ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ തന്നെ വലിയ വ്യത്യാസം വരുത്തിയപ്പോൾ നല്ല രസകരമായിട്ടുള്ളൊരു ഷോ നമുക്കിന്ന് കാണാൻ സാധിച്ചു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, ജെഫ് ഹാർഡി എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള മുൻ WWE താരം, ഇപ്പോൾ TNA റെസ്ലിംഗിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാൾ കൂടിയായ മാറ്റ് ഹാർഡിയുടെ സഹോദരൻ കൂടിയായ ജെഫ് ഹാർഡി എന്ന് പറയുന്ന സൂപ്പർ താരത്തിന് TNAയുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വലിയൊരു അവസരം കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. ഈ മാസത്തിൽ അവസാനം നടക്കാൻ പോകുന്ന TNA റെസ്ലിംഗിൻ്റെ ഒരു ലൈവ് വീക്ക്ലി എപ്പിസോഡിലാണ് നിലവിലെ TNA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ നിക് നെമത്ത്, ഡോൾഫ് സിഗ്ലർ എന്ന് WWE അറിയപ്പെട്ടിരുന്ന താരത്തിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് ജെഫ് ഹാർഡിക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു മത്സരം നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്യൂഡ് ഇവർക്കിടയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നല്ലൊരു മത്സരം ജെഫ് ഹാർഡിയും ഡോൾഫ് സിഗ്ലറും കൂടി കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുറേയധികം കമ്പനികളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ ചേഞ്ചുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ടൈറ്റിൽ ചേഞ്ച് സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് TNA വീക്ക്ലി എപ്പിസോഡ് കണ്ട് തന്നെ അറിയണം. നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് WWEയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ഫിൻ ബാലർ ഇപ്പോൾ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. അതിൽ ഒന്നാമത്തേത് CM Punk എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലറിനെ സംബന്ധിച്ചാണ്. നിലവിലെ WWE ചാമ്പ്യൻ കൂടിയായ CM Punkനെ സംബന്ധിച്ച് ഫിൻ ബാലർ പറയുന്നത്, താൻ കമ്പനിയിലേക്ക് വരുന്നതിന് മുൻപ് CM Punkനെ കേട്ടതുപോലെയൊന്നുമല്ല CM Punkuമായി അടുത്ത് പെരുമാറിയപ്പോൾ തനിക്ക് അനുഭവപ്പെട്ടത് എന്നാണ്. കാരണം CM Punkനെ സംബന്ധിച്ചൊരു പ്രേതകഥയൊക്കെ പോലെയാണ് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കാത്ത റെസ്ലറാണ് CM Punk എന്നുള്ളത്. പക്ഷേ CM Punk അടുത്ത് പെരുമാറിയപ്പോഴാണ് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണെന്ന് തനിക്ക് മനസ്സിലായത് എന്നുള്ളത് ഫിൻ ബാലർ പറയുകയുണ്ടായി. കൂടാതെ ഫിൻ ബാലറുമായിട്ടുള്ള ഒരു ഫ്യൂഡൊക്കെ CM Punk ചോദിച്ചു വാങ്ങിയതാണ് എന്നുള്ളതും CM Punkനെ സംബന്ധിച്ച് ഫിൻ ബാലർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കുവെച്ചു. അതിനേക്കാൾ ഉപരി വലിയ ചർച്ചാ വിഷയമായി സോഷ്യൽ മീഡിയയിൽ മാറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കഥ ഫിൻ ബാലർ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. സൗദി അറേബ്യയിൽ വെച്ചിട്ടൊരു ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം ഫിൻ ബാലറിനുണ്ടായിരുന്നു. ഡീമൻ എന്ന് പറയുന്ന കഥാപാത്രമായിരുന്നു അന്ന് സൗദി അറേബ്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡീമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മുഖത്ത് കുറേയധികം കളർ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടാണ് ആ ഒരു ഡീമൻ കഥാപാത്രത്തിലേക്ക് നോർമൽ ഫിൻ ബാലറിൽ നിന്നുള്ളൊരു വ്യത്യസ്തത കൊണ്ടുവരുന്നത്. അപ്പോൾ സൗദി അറേബ്യയിലേക്ക് എത്തിയതിന് ശേഷം ഈ കളർ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആർട്ടിസ്റ്റിനോട് ഫിൻ ബാലർ ചോദിച്ചു, ഈ കളർ പെയിൻറ്റ്, ഈ പെയിൻറ്റിൽ എന്തെങ്കിലും ഒക്കെ ഒരു വ്യത്യാസമുണ്ടോ, സാധാരണ ഉള്ളതുപോലെയല്ല, ഇത് പെട്ടെന്ന് ഒലിച്ചിറങ്ങുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു, ഇത് സാധാരണയുള്ള ഒരു പെയിൻ്റ് അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെയിൻ്റ് അല്ല, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ സൗദി അറേബ്യയിൽ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല, ഇവിടെ അത് ലീഗലല്ല. അതുകൊണ്ട് തന്നെ വേറൊരു പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ശരീരത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഫിൻ ബാലർ പറയുന്നു, ഞാൻ അല്ലേ റെസ്ലർ, ഞാനല്ലേ ഇത് തീരുമാനിക്കേണ്ടത്, ഞാൻ ഇനി എങ്ങനെയാണ് ഈ ഒരു പെയിൻറ്റ് അടിച്ചിട്ട് ഈ കഥാപാത്രത്തിലൂടെ ഇറങ്ങിലേക്ക് പോകുക, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന്. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു, നമുക്ക് ആദ്യം ശരീരം മൊത്തം നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു പെയിൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ അത് കുറച്ചധികം നേരെ നിൽക്കുമെന്നുള്ളത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഫിൻ ബാലർ അദ്ദേഹത്തിൻ്റെ ഡീമൻ കഥാപാത്രത്തിന് യാതൊരുവിധ വ്യത്യാസവും വരുത്താതിരിക്കാൻ വേണ്ടി ആ സ്പ്രേ പെയിൻറ്റ് അടിച്ച് അതിന് മുകളിൽ കളർ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് അദ്ദേഹം റിങ്ങിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം മത്സരം കംപ്ലീറ്റ് ചെയ്തു, യാതൊരുവിധ പരിക്കും ഇല്ലാതെ വന്നു. പിന്നീട് അണ്ടർടേക്കർ വേഴ്സസ് ഗോൾബർഗ്, പ്രശസ്തമായിട്ടുള്ള ഒരു മത്സരം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഇവൻറ്റിനെ സംബന്ധിച്ചാണ് ഫിൻ ബാലർ പറയുന്നത്. അപ്പോൾ ആ ഒരു മത്സരം കാണാൻ വേണ്ടിയിട്ട് ഈ മോണിറ്ററിൽ നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ആ മോണിറ്ററിൽ നോക്കുമ്പോൾ കുറേയധികം പുക നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ആരാണ് അവിടെ പുകയിട്ടത് എന്നുള്ളൊരു സംശയം ഫിൻ ബാലറിന് വന്നു. പക്ഷേ അത് സ്ക്രീനിലെ പുകയോ എറീനയിലെ പുകയോ ഒന്നും ആയിരുന്നില്ല. ഫിൻ ബാലറിൻ്റെ കണ്ണിലുണ്ടായിരുന്ന ഒരു കുഴപ്പമായിരുന്നു. അതായത് അദ്ദേഹത്തിന് ഒന്നും കാണാൻ സാധിക്കാതെ പുക മറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. പിന്നീട് ചുറ്റുമുള്ളതൊന്നും കാണാൻ സാധിക്കാതെ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു. അതിനുശേഷം ഡോക്ടേഴ്സിനെ പോയി കണ്ടു. പിന്നീട് 15 മണിക്കൂറുകൾക്ക് ശേഷം അമേരിക്കയിലേക്ക് തിരികെ എത്തിയതിന് ശേഷമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള വലിയ ട്രീറ്റ്മെൻറ്റ് ഫിൻ ബാലർ ചെയ്തത്. പകുതി കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് ഫിൻ ബാലർ ഈ ഒരു ഇൻസിഡൻറ്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹത്തിന് റെസ്ലിംഗിൽ വെച്ച് ഏറ്റവും ഒരു ഭയാനകമായി തോന്നിയ ഒരു ഇൻസിഡൻറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു കഥ പങ്കുവെക്കുന്നത്. അപ്പോൾ ഒരു റെസ്ലർ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് വേണ്ടി എടുക്കുന്ന ചില കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നാൽ അത് അവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതും കൂടി ഫിൻ ബാലറിൻ്റെ ഈ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹം നോർമലി യൂസ് ചെയ്യുന്ന ഒരു ആ കളർ പെയിൻറ്റ് മാറിയത് കൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ച് വന്നപ്പോൾ അതിലെ ചില കെമിക്കൽസ് അദ്ദേഹത്തിന് പറ്റിയില്ല. അത് അദ്ദേഹത്തിൻ്റെ കണ്ണിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് കാഴ്ച നഷ്ടപ്പെടുന്നതിലേക്ക് വരെ അതിൻ്റെ വക്കിൽ വരെ എത്തി എന്നുള്ളതാണ് ഫിൻ ബാലർ ഈ ഒരു
കാര്യത്തിലൂടെ അദ്ദേഹം ഓർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫിൻ ബാലർ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റ് കുറച്ചും കൂടി പോയിൻറ്റ്സ് ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.